guys, Hello, welcome to another episode of Echoes of Her. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ്. ഇതെങ്ങനെ ഈ ടോപ്പിക് ഇന്ന് വന്നു എന്നറിയോ? ഒരാള് ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. അതെ. നിങ്ങൾ വിശ്വസിക്കില്ല, എന്റെ ഒരു ഫ്രണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവരൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 വർഷം മുമ്പ് നിനക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാനൊരു 10th ഫ്രണ്ട്സിന്റെ കൂടെ മീറ്റപ്പിന് പോയിന്ന്. അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതും ഇത്ര വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ 10th കണ്ട്. കുറച്ചു പേരൊക്കെ 11th 12th ഞങ്ങൾ പ്രീ ഡിഗ്രി എന്നാണ് പറയാ. ഞങ്ങൾക്ക് കോളേജിലാണ് പോയത്. അപ്പൊ പ്രീ ഡിഗ്രി കഴിഞ്ഞ് അതിന്റെ ശേഷം കുറെ ആൾക്കാർ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ വാട്സപ്പും ഇല്ല, മൊബൈലും ഇല്ല, ആകെ ലാൻഡ് ലൈൻ നമ്പേഴ്സ് കുറച്ച് ആൾക്കാരുണ്ട്. ഞങ്ങൾ ഈവൻ ലെറ്റേഴ്സ് എഴുതുന്നുണ്ടാ. അത് ലെറ്റേഴ്സും ഗ്രീറ്റിംഗ്സ് കാർഡും ആയിരുന്നു ഞങ്ങൾ മാക്സിമം എക്സ്ചേഞ്ച് ചെയ്ത കാര്യങ്ങളെ. അങ്ങനെ ആ ഫ്രണ്ട്സ് എല്ലാവരും കുറെ വർഷത്തിന് ശേഷം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നമ്പേഴ്സ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഇത് ആരാ ഇനീഷ്യേറ്റ് ചെയ്തത്? നീയാണോ? അല്ലല്ല, അത് ഞങ്ങള് ഗ്രൂപ്പ് ക്ലാസ്മേറ്റ്സ് ആയ കുറച്ച് ബോയ്സ് ആയിരുന്നു ആക്ച്വലി ഇനീഷ്യേറ്റ് ചെയ്തത്. പിന്നെ ഗേൾസ് എന്ത് ചെയ്തു വെച്ചാല് അവർക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിട്ട് ഞങ്ങള് വേറൊരു കുഞ്ഞു ഗ്രൂപ്പ് സൈഡ് ബൈ സൈഡ് ക്രിയേറ്റ് ചെയ്ത്. അതെ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാല് ഗേൾസ് എല്ലാവരും ഒരു 1 നൈറ്റ് സ്റ്റേ, അന്ന് പറഞ്ഞില്ലേ, ഒരു ബീച്ച് റിസോർട്ടിൽ പോയി 1 നൈറ്റ് സ്റ്റേ ചെയ്തു. പക്ഷെ ഉണ്ടല്ലോ, ഒരു ചേഞ്ചും ഇല്ല ആൾക്കാർക്ക്. അവരെങ്ങനെയാണോ ഞങ്ങൾ അന്ന് 10th വിട്ടത്, തിരിച്ച് മീറ്റ് ചെയ്യുമ്പോ പലവരും പല പ്രൊഫഷനിൽ ആയി കഴിഞ്ഞു കേട്ടോ. ചിലവര് ടീച്ചേഴ്സ്, അക്കൗണ്ടന്റ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, കുറെ ആൾക്കാർ ഹോം മേക്കേഴ്സ്, അങ്ങനെ പല രീതിയിലാണ്. പക്ഷെ അവിടെ എത്തിയപ്പോ ഞങ്ങൾ എല്ലാരും 16-year-old ഗേൾസ് ആയി മാറി. ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ അവര് വീണ്ടും മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ പോയിട്ടില്ലല്ലോ, പോകാത്തപ്പോഴാണ് അത് തന്നെ എന്റെ മനസ്സിലിരുന്നിട്ടായിരുന്നു സ്വപ്നം കണ്ടത്. അതാ ഞാൻ വന്ന് രഞ്ജിനോട് പറഞ്ഞേ. നീ പറഞ്ഞില്ലേ നിങ്ങൾ എന്തോ പ്ലാൻ അതെ, ഞങ്ങള് ഓൾറെഡി മീറ്റ് ചെയ്തു. ഇതിനു വേണ്ടി ഞാൻ ഇവിടുന്ന് പാലക്കാടുന്ന് എറണാകുളം വരെ പോയി ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പോയി. അതും ഇതുപോലെ 12th ഫ്രണ്ട്സ് ആയിരുന്നു. 12th കഴിഞ്ഞിട്ട് അതില് 2-3 പേര് 10th കഴിഞ്ഞപ്പോ വേറെ കെവിയിലായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പൊ വേറെ കെവിയിലേക്കൊക്കെ മാറി. അങ്ങനെ അപ്പം എനിക്ക് പറയുകയാണെങ്കിൽ 10th എന്ന് തന്നെ പറയാം. 2-3 പേര് 12th വരെ ഉണ്ടായിരുന്നു. അപ്പം ഇത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ ശേഷം നീ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടേ ഇല്ല. എന്ന് പറഞ്ഞ പല പല സ്ഥലത്തു നിന്നുള്ള അതെ. പിന്നെ ഇതെല്ലാരും മലയാളീസ് തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് അപ്പൊ ഫോണോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നീ പറഞ്ഞ പോലെ ഈ ലെറ്റർ എഴുതാനൊന്നും അന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ. ഞങ്ങൾ പണ്ടത്തെ കുറെ ലെറ്റേഴ്സ് എന്റെ ഇപ്പോഴും ഉണ്ട്. എന്നിട്ട് ഞാൻ അത് ഒരു പ്രാവശ്യം എപ്പോഴും കബേർഡ് മമ്മി ക്ലീൻ ചെയ്യുമ്പോ അതൊക്കെ എടുത്ത് നോക്കിയിരുന്നു. പക്ഷെ എന്നിട്ട് എനിക്ക് കളയാൻ തോന്നിയില്ല. ഞാൻ ഫയൽ ചെയ്ത് എടുത്തു വെച്ചു. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ടിന് എന്റെ നമ്പർ എങ്ങനെയോ കിട്ടി. അങ്ങനെ എന്നെ വിളിച്ചു ചോദിച്ചു. ഇതുപോലെ തന്നെ കെവിയുടെ ഒരു വലിയ ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് നോർത്ത് ഇന്ത്യൻസും എല്ലാരും ഉണ്ട്. ആ ബാച്ചിലുണ്ടായിരുന്നു. അതില് എന്റെ ഒരു നല്ല ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി വിളിച്ചിട്ട് പുള്ളിക്കാരി എറണാകുളംകാരിയാ. അപ്പൊ പുള്ളിക്കാരിക്ക് അവിടെ എറണാകുളത്തെ 2-3 ഫ്രണ്ട്സിനെ അറിയാം. കുറച്ച് ഇങ്ങനെ എന്താ പറയാ, നന്നായി വർത്താനം പറഞ്ഞ് ഞങ്ങളൊക്കെ ഒരു വൈബ് ശരിയാണ്. അപ്പൊ പുള്ളിക്കാരി വിളിച്ചു ചോദിച്ചു, രഞ്ജു ഇങ്ങനെ ഈ ഫ്രണ്ട്സ് ഉണ്ട്, ഇവരുമായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നമ്പർ അയച്ചാന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തരെ ഞാൻ വിളിച്ച് പറ്റിച്ചു. ഞാൻ വിളിച്ചു, ബിക്കോസ് ഇവർക്കാർക്ക് എന്റെ നമ്പർ അറിയില്ല. അപ്പം ഒരാള് ഒരു ജെം സ്റ്റോണിന്റെ ഒരു ഷോപ്പ് നടത്തുകയാണ് എറണാകുളത്ത്. അപ്പൊ പുള്ളിക്കാരിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാഡം എനിക്കിങ്ങനെ നമ്പർ എന്റെ ഒരു ഫ്രണ്ട് തന്നതാണ്, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്, എനിക്കാണെങ്കിൽ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട്, അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൊണേഷൻ തരുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. പുള്ളിക്കാരി ഇങ്ങനെ ആര് എവിടുന്ന് കിട്ടി നമ്പർ അങ്ങനെയൊക്കെ പറഞ്ഞു. ഏതായാലും രസമായി. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ചിരിച്ചപ്പോ പുള്ളിക്കാരി ആകെ മൊത്തം എന്താ ഇത് ചിരിക്കുന്നേ, ഒരു ഹോസ്പിറ്റലൈസേഷൻ പറഞ്ഞാൽ സീരിയസ് ആയിരിക്കില്ല. ഞാൻ തന്നെ എടി ഞാനാണ് അപ്പോഴാണ് മനസ്സിലായില്ല. ഞാൻ രഞ്ജു ആണെന്ന് പറഞ്ഞപ്പോ മാത്രമാണ് മനസ്സിലായത്. പിന്നെ എന്റെ കുറച്ച് യുണീക്ക് പേരാണേ. ഈ പെൺകുട്ടികൾക്ക് അധികമായിട്ട് രഞ്ജു എന്ന് പേരില്ല. ശരി, രഞ്ജിനി. അപ്പൊ രഞ്ജു മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ഒരു ആ വൈബ് സെറ്റായ ഒരു 5-6 ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി.
അങ്ങനെ ആയപ്പോഴത്തേക്കിനും അയ്യോ കുറെ പേരും എറണാകുളത്താണ്. അപ്പൊ ഞാനുള്ളു പാലക്കാട്, പിന്നെ ഒരാൾ ജർമ്മനിയിലാണ്. ഈ ജർമ്മനിയിലുള്ള ഫ്രണ്ട് വരുന്ന ടൈം വെച്ചിട്ട് ഞങ്ങളൊരു മീറ്റപ്പ് പ്ലാൻ ചെയ്തു. അതെ അതെ. അങ്ങനെ സൺഡേ ഇതിനു വേണ്ടി മാത്രം ഞാൻ ഇവിടുന്ന് എറണാകുളം വരെ പോയി മീറ്റ് ചെയ്തു. നീ പറഞ്ഞ പോലെ തന്നെ പോകും. കൊറേ ചിലവരൊക്കെ നല്ല ഹൈറ്റ് വെച്ചു, കുറച്ച് തടി വെച്ചു എന്നല്ലാതെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. സത്യം ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തുമ്പോ നമ്മളെല്ലാം മറന്നിട്ട് നമ്മൾ പഴയ ചെറിയ കുട്ടികളെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും അല്ലേ? അതെ, ഒന്ന് ഓർത്തു നോക്കൂ, 22 years ആയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ആ 22 years ഇങ്ങനെ ഒരു സെക്കൻഡ് പോലെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങള് മീറ്റ് ചെയ്തു. ഈ ഇത്രയും വർഷം ഒന്നും മിണ്ടാതിരുന്ന ഞങ്ങളാണ് ആ മീറ്റപ്പ് കണ്ടവരോ പറയത്തില്ല, എന്നാൽ ഞങ്ങൾക്ക് ആർക്കും ആ ഒരു ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഇപ്പൊ റീൽസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഏറ്റവും രസം എന്താ അറിയോ, ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റീൽസ് ഉണ്ടാക്കലും ഇടലും പിന്നെ ഡ്രസ് കോഡ് വെച്ചിട്ടോ. ഡ്രസ് കോഡ് ഡ്രസ് കോഡ് ഒന്നും വെച്ചില്ല. ഇല്ല, ഞങ്ങള് ഡ്രസ് കോഡ് വെച്ചു. അപ്പൊ എന്താ വെച്ചാല് എല്ലാരും പക്ഷെ എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു കേട്ടോ. 3 ഡിഫറെന്റ് ചേഞ്ചിന്റെ നമുക്ക് ഡ്രസ് ഒറ്റത് ഞങ്ങൾ 3 ഡ്രസ് ചേഞ്ച് ആ വെച്ചത്. പക്ഷെ എല്ലാരും അവരുടെ ഇഷ്ടത്തിന് വന്നു. പിന്നെ എന്താ പറയുക, കുറെ ഡേ കുട്ടികളും ഫാമിലി ആരും ഇല്ലല്ലോ കൂടെ. അതെ, അപ്പൊ എല്ലാവർക്കും അവരവരെ കുഞ്ഞി ബാക്ക് പാക്ക്, അതിൽ സാധനങ്ങൾ പാക്ക് ചെയ്യുക, മീറ്റ് ചെയ്യുക. പിന്നെ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഭംഗി ഒന്ന് കൂടുതലല്ലേ. അതെ, ആൾക്കാര് നമ്മളും സത്യം. വളരെ ഒരു ഇന്നസെന്റ് ഫേസ് ആണ്, അവരും അങ്ങനെ തന്നെയാണ്. അതെ ഗൈസ്, ഇപ്പൊ കണ്ടോ ഗോപികയുടെ ഒരു സന്തോഷം, എന്റെ ഒരു സന്തോഷം കണ്ടോ നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോൾ. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സിനെ എവിടെയെങ്കിലും ഈ ഫോണൊപ്പം ഇല്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും വിട്ടുപോയാൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഗോ സെർച്ച് ഫോർ ദം. എന്നിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങൾ മീറ്റപ്പ് ചെയ്യുക. ഭയങ്കര ഒരു വേറെ ഫീലാണ്. ഗുഡ് ഫ്രണ്ട്സ് ട്രഷർ പോലെയാണ്, അത് ഒരിക്കലും ലൂസ് ചെയ്യാതെ നോക്കണം അല്ലെ നമ്മള്. സത്യം സത്യം, വളരെ സത്യം. അപ്പൊ ഇപ്പോഴും ഞങ്ങള് ഗ്രൂപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. ഇതുപോലെ ജർമ്മനിയിലെ ആ കുട്ടി ആണ് ഏറ്റവും ദൂരെയുള്ളത്. പിന്നെ US ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷെ പുള്ളിക്കാരിയായിട്ട് മീറ്റപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനൊക്കെ വരുന്ന ടൈം നോക്കിയിരിക്കുകയാണ് അടുത്ത മീറ്റപ്പ് പ്ലാൻ ചെയ്യാൻ. അപ്പൊ നിങ്ങൾ എളുപ്പം നിങ്ങളുടെ മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്യൂ കേട്ടോ. പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരും. സോ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ.